ഹായ് ഹലോ വെൽക്കം ടു സിസി ബാങ്ക്. സിസി ബാങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. നമുക്കറിയാം, നമ്മളെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന ഒരു എക്സാമിനെ പറ്റിയാണ്. നിങ്ങളൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അല്ലെ, STO. അപ്പോൾ STO എക്സാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇവിടെ സംശയം ഉണ്ടാവും, സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൊമേഴ്സ് അല്ലേ പറയേണ്ടത്, അല്ലെങ്കിൽ ലോ അല്ലേ പറയേണ്ടത്, ഹിസ്റ്ററി എന്തിനാ പറയുന്നത്? ഹിസ്റ്ററി പറയണം. കാരണം എന്താ, നമ്മള് കുറച്ച് STO എക്സാമിനെ പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടി പോകണം. അതായത് STO എക്സാമിനെ പറ്റിയുള്ള കുറച്ച് ചരിത്രങ്ങൾ, അതായത് കഴിഞ്ഞ എക്സാം ഒക്കെ നടന്ന എങ്ങനെയൊക്കെയായിരുന്നു നോക്കാൻ പോവാണ്. അധികമായിട്ട് നമ്മൾ പോകുന്നില്ല. അതായത് ഇപ്പോൾ നമ്മൾ കേരള സംസ്ഥാനം രൂപീകരിച്ച മുതൽ വരെയല്ല, നമ്മൾ 4-5 പ്രാവശ്യമായിട്ട് നടന്ന STO എക്സാം, അതിന്റെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്താണ് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം നമുക്ക് അതും വേണമല്ലോ. കാരണം എവിടം വരെയാണ്, എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് അറിയണ്ടേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മൾ STO എക്സാമിന്റെ ഹിസ്റ്ററി എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ദി കേരള ഗവൺമെന്റ് റീനെയിംഡ് ദി എക്സാം. അതായത് ഏത് എക്സാം? കൊമേഴ്ഷ്യൽ എക്സാം. അതായത് കൊമേഴ്ഷ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ആയിരുന്നു ഈ ഒരു എക്സാം. ഓക്കെ, ആ ഒരു എക്സാം എന്ത് ചെയ്യും, നമ്മൾ GST വന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോയോണ്ട് അവിടെ എന്ത് ചെയ്തു, അവിടെ മറ്റൊരു പേര് അവിടെ വന്നു. എന്താണ് ഒഫീഷ്യലി പേര് വന്നത്? അവിടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന പേര് വന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ കുറച്ചുകൂടി മുൻപേ കാണാൻ കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ എന്നായിരുന്നു ആ എക്സാമിന്റെ പേര് കാണുക അല്ലെ. എന്താണ്? കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ എന്നായിരുന്നു ആ ഒരു എക്സാമിന് കാണുക, എക്സാമിന്റെ പേര് കാണുക സൈറ്റിൽ നോക്കിയാൽ. അപ്പൊ അത് GST വന്നതോടുകൂടി അതിന്റെ എക്സാമിന്റെ പേര് മാറി. എന്തായിട്ട് മാറി? അവിടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്നായിട്ട് മാറി. എന്തായിട്ട് മാറി? സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്നായിട്ട് മാറി അതിന്റെ എക്സാമിന്റെ പേര്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഒരു 2 വർഷത്തെ മുന്നേ ഉള്ള ഒരു എക്സാമിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ അവിടെ കാറ്റഗറി വന്നിരിക്കുന്നത് 387/2023 ആയിരുന്നു. 2 വർഷം മുന്നേ ഉള്ള ഒരു എക്സാമിന് നമുക്ക് നോക്കാം. അവിടെ കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് 387/2013 ആയിരുന്നു. ബൈ ദി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റെഫേഴ്സ് ടു ദി സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് പോസ്റ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ. ഇതാണ് കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ ആണ് അല്ലെ. അതിനെയാണ് പിന്നീട് എന്തായിട്ട് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന രീതിയിൽ അവിടെ പുതിയൊരു പേര് അവിടെ വന്നത് അല്ലെ. ഇൻ ദി കൊമേഴ്ഷ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, നൗ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവിടെ എന്തായിരുന്നു? കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ ആയിരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റില്? കൊമേഴ്ഷ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ. ഇപ്പോഴാണ് അവിടെ എന്തായിട്ട് മാറിയത്? അവിടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്ന് വന്നത് എന്തില്? അവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് കാറ്റഗറി നമ്പർ? 387/2013 ആയിരുന്നു. ദെൻ അവിടെ എന്തൊക്കെയാ വന്ന് നോക്കിയേ. ഗസറ്റഡ് ഡേറ്റ് വന്നിരിക്കുന്നത് November 15, 2013 ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ വന്നിരിക്കുന്നത് അത് December 18, 2013 ആണ്. OMR ടെസ്റ്റ് നടന്നിരിക്കുന്നത് February 7, 2015 ആയിരുന്നു. അതേപോലെ റാങ്ക് ലിസ്റ്റ് കമ്മിങ് ടു ഫോഴ്സ് വന്നിരിക്കുന്നത് July 5, 2017. അതും എന്തായിരുന്നു? സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ ആയിരുന്നു അവിടെ നടന്നത് അല്ലെ. ഏതായിരുന്നു? സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള സെലക്ഷൻ ആയിരുന്നു എന്ത് ചെയ്തത് അവിടെ നടന്നത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ, അതായത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നിലുള്ള എക്സാമിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, ഒന്ന് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാല് പിന്നീട് വീണ്ടും അവിടെ ഒരു എക്സാം നടത്തി. പക്ഷെ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇതേ പോസ്റ്റിലേക്ക് നടന്നത്. എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. കേരള PSC കാറ്റഗറി നമ്പർ 687/2014 ഒരു എക്സാം നടത്തി. പക്ഷെ അത് എന്തായിരുന്നു? റെഫേഴ്സ് സ്റ്റേറ്റ് വൈഡ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. എന്താണ്? അതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഈ പോസ്റ്റിലേക്ക്. അത് ആർക്കൊക്കെ? സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്, SC ST കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇതിന് വേണ്ടിയിട്ട്. അത് എപ്പോഴായിരുന്നു? ഗസറ്റഡ് ഡേറ്റ് വന്നിരിക്കുന്നത് 2014 December 31 ആയിരുന്നു. ഓക്കെ, അതും ഇതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ടാക്സ് ഓഫീസർ ആണ്. അവിടെ എന്താണ്? റിസർവേഷൻ ആർക്കൊക്കെയാ? SC ST ഓൺലി ആണ്. December 31, 2014 അവിടെ നടന്നു. അവിടെ ഗസറ്റഡ് ഡേറ്റ്, അപ്ലിക്കേഷൻ തീയതി 2015 February 4 വരെ. കൂടാതെ അന്നേരത്തെ പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ 20,740 മുതൽ 36,140 വരെ ആയിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. കൂടാതെ OMR ടെസ്റ്റ് നടന്ന 2015 ഷോർട്ട് ലിസ്റ്റ് 2017 അവിടെ എന്ത് ചെയ്തു? പബ്ലിക്കേഷൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പൊ എപ്പോഴാണ്? 2017 August 21 എന്ത് ചെയ്തു? അതവിടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിക്കേഷൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഇനി അടുത്ത കാറ്റഗറി നമ്പർ വരുന്നു 2021 123/2021 റെഫേഴ്സ് ടു ദി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ.
കേരള PSC സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഇൻ ദി സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അവിടെ 2021 വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു. അവിടെ ആർക്ക് വേണ്ടിയിട്ട്? സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ. ഏത് ഡിപ്പാർട്ട്മെന്റ്? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വേണ്ടിയിട്ട്. ദി നോട്ടിഫിക്കേഷൻ വാസ് ഇഷ്യൂഡ് ഓൺ April 30, 2021. അതായത് 2021 April 30 നോട്ടിഫിക്കേഷൻ വന്നത്. അന്നേരമാണ് പേ സ്കെയിലിൽ ഒരു വലിയൊരു വർധനയോടെ ഉണ്ടായത്. 39,500 മുതൽ 83,000 വരെയുള്ളത്. Then the ranked list come into force on April 8, 2024. ഓക്കെ, ഇതായിരുന്നു നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരുന്ന ഒരു PSC, നമ്മളെ പോസ്റ്റുമായി ബന്ധപ്പെട്ട PSC ആയിരുന്നു ഇത്. നോക്കാം നമുക്ക്. അവിടെ പോസ്റ്റിന്റെ പേര് സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എന്നായിരുന്നു. അതും എങ്ങോട്ടേക്ക്? ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, SGST. നോട്ടിഫിക്കേഷൻ വന്നത് April 30, 2021. ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? June 2, 2021. പേ സ്കെയിൽ വന്നിരിക്കുന്നത് 39,500 മുതൽ 83,000 വരെയാണ്. റാങ്ക് ലിസ്റ്റ് എഫക്റ്റീവ് ഡേറ്റ് വന്നിരിക്കുന്നത് എപ്പോഴാണ്? 2024 April 8 ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മളെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി വരാനിരിക്കുന്ന നമ്മളൊരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടത്തുന്നത് നമുക്കറിയാം. അപ്പൊ എന്തിനാണ് ഇത്രയും ഹിസ്റ്ററി പറഞ്ഞത്? കാരണം നമ്മളുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെയാണ് എക്സാം, എത്ര കാലയളവ്, നോട്ടിഫിക്കേഷൻ വന്ന ശേഷം എത്ര കാലയളവിനുള്ളതാണ് എക്സാം നടക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇപ്പോഴും പലർക്കും നമുക്ക് അറിയില്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വന്നത്, അപ്ലൈ ചെയ്യേണ്ടത്, എപ്പോഴായിരുന്നു എക്സാം നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഈ ഒരു എക്സാമിന്റെ മുന്നോടി ആയിക്കൊണ്ട് അവിടെ പ്രോപ്പർ ആയിട്ട് കഴിഞ്ഞ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിലബസുകൾ നമ്മൾ വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സിലബസ് ഡയറക്റ്റ് ആയിട്ട് എല്ലാ സിലബസിന്റെയും പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുന്നത് കൃത്യമായിട്ട് നോക്കുക, കൃത്യമായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് പഠിച്ചാൽ തന്നിട്ട് നമുക്ക് ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്താണ്? ഇവിടെ പേ സ്കെയിലാണ്. ഇവിടെ പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഏതാണ്? വലിയൊരു പേ സ്കെയിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി പുതിയൊരു ജോലി, അതായത് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിലും എന്തുണ്ടാവും? പേ സ്കെയിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാവും. പുതിയ ശമ്പള പരിഷ്കരണവും മറ്റും വരുമ്പോൾ ഏതാണ്ട് പേ സ്കെയിൽ വരുമ്പോൾ എന്താണ്? ഇതിൽ നിന്നും ഒരു അക്കം കൂടി കൂടുന്ന രീതിയിൽ അത്രയും പേ സ്കെയിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ചാൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും എന്ത് ചെയ്യരുത്? നഷ്ടപ്പെടുത്തരുത്. അപ്പൊ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മളെ CCയിലെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ എക്സാമുകളും അതുപോലെ ലൈവ് ക്ലാസ്സുകളൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മൾ എന്ത് പോകുന്നത്? നമ്മൾ ലൈവുകൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ കോഴ്സുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിൽ തന്നെ പലരും ചോദിക്കുന്നുണ്ട് അവിടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണോ ആ ക്വാളിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉപയോഗിക്കാം. അവിടെ പലരും പല ഡൗട്ടുകളും ചോദിച്ച് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായ ഉത്തരം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? നമ്മൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട് ഒക്കെ നിങ്ങൾക്ക് ഈ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കൂടാതെ നമ്മളെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാട്സപ്പ് ഫ്രീ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവിടെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം? അവിടെയുള്ള കോൺടാക്ട് ചെയ്യാൻ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇനി വരുന്ന ദിവസം സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള PYQs ആയിട്ടും അതേപോലെ ഇത്തരത്തില് അതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളായിട്ടും അതേപോലെ വരാനിരിക്കുന്ന സബ്ജക്റ്റുകളായിട്ട് ബന്ധപ്പെട്ടുള്ള ഓറിയന്റേഷനൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇപ്പോൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.